ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയം ചുരുക്കം പേർക്കായി കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഉണ്ടാക്കിയല്ലോ. ദൈവം തരുന്നതായ അവസരങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയതായ മണിക്കൂറുകളും നഷ്ടപ്പെട്ടു പോയതായ നിമിഷങ്ങളും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോ വചനം പഠിക്കുവാനായി ഇപ്പൊ കിട്ടുന്നതായ അവസരങ്ങൾ ഒരുപക്ഷെ അല്പം കൂടെ നേരത്തെ എനിക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എത്ര ഭാഗ്യകരമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ആ സമയത്ത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു മാനസികമായ പ്രയാസം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നാം വ്യാപൃതരാണ്. എന്നാൽ ദൈവം നമുക്ക് ഒരുക്കി തരുന്നതായ അവസരങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. എപ്പോഴും നമുക്ക് ഈ അവസരം കിട്ടിയെന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഏതായാലും വളരെ താല്പര്യത്തോടെ ഒട്ടും കേൾക്കുവാൻ നാം താല്പര്യപ്പെടാത്ത ഒരു വിഷയത്തിന്റെ മുമ്പിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലിയാനെ പോലെയുള്ളവർ, കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ അത് എത്രത്തോളം പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തീർച്ചയില്ല. എങ്കിലും ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലേവ്യ പുസ്തകം പൊതുവിൽ ആരും വായിക്കാൻ താല്പര്യമില്ലാത്തതും ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രയോജനമില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതുമായ ഒരു പുസ്തകമാണ്. പക്ഷേ ലേവ്യ പുസ്തകത്തിന്റെ അർത്ഥമറിയാതെ, ലേവ്യ പുസ്തകം ശരിക്കും മനസ്സിലാക്കാതെ നമുക്ക് പുതിയ നിയമ വിശ്വാസിയായിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശിലെ പരമയാഗമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ക്രൂശിക്കപ്പെടാനായി അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങളിൽ കൂടെ ന്യായപ്രമാണ തികവിലേക്ക് നയിക്കപ്പെട്ട് നമുക്ക് വേണ്ടി പെസഹാ കുഞ്ഞാടായി അറുക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ, നാം ഒരിക്കലും ക്രിസ്ത്യാനികൾ എന്നുള്ളതായ പേരിൽ ക്രിസ്തുവിനെ നാം അറിയുകയോ ഒരു എറ്റേണൽ ലൈഫിലേക്കുള്ളതായ ഒരു ഹോപ്പ് നമുക്ക് ലഭിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. നാം ജനിച്ചു, ജീവിച്ചു, ഈ ലോകത്തിന്റെ പിറകെ കുറെ നാൾ ഓടി, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോ അഥവാ മരണത്തിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക എന്ന് അറിയാതിരുന്നത് കൊണ്ട് ആ നിത്യമായ ഒരു മരണത്തിലേക്ക്, നിത്യമായ ദണ്ഡനത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ, മോചനം പ്രാപിപ്പാൻ ഇടയായി തീർന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗമാണ്. അതുമൂലം നമുക്ക് ലഭിച്ചതായ സാൽവേഷനാണ്. അതുമൂലം നമുക്ക് ലഭിച്ചതായ നീതീകരണമാണ്. അതുമൂലം നമുക്ക് ലഭിച്ചതായ ശുദ്ധീകരണമാണ്. അതുമൂലം നമുക്ക് ലഭിച്ചതായ ദൈവസന്നിധിയിലെ സന്തോഷമാണ്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം, ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ലേവ്യ പുസ്തകം. ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിഷയങ്ങളെല്ലാം അക്ഷരികമായി അന്ന് തന്റെ ജനമായി ഇസ്രായേലിന് കൊടുത്തതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആത്മീയമായ വിഷയങ്ങളൊന്നും മനസ്സിലാക്കുവാനുള്ള ജ്ഞാനമോ പ്രാപ്തിയോ ആത്മീയ കാഴ്ചപ്പാടോ ഇല്ലാതിരുന്ന ഒരു കൂട്ടം ജനം ഇസ്രായേലിലെ അടിമപ്പാളയത്തിൽ ചാട്ടവാറിന്റെയും കഠിനമായ വേദനയുടെയും കീഴിലായിരുന്നതായ ജനം. അവർക്ക് ആത്മീയ വിഷയം പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത്?
അതുകൊണ്ട് അവർക്കറിയാവുന്ന ഭാഷയിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ദൈവം കൊടുത്തതായ ആ ലോകപ്രകാരമുള്ളതായ ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് ലേവ്യ പുസ്തകത്തിൽ. അതിൽ കൂടെ അവർ മനസ്സിലാക്കേണ്ടിയിരുന്നത് സ്പിരിച്വലി ഒരു ഹയർ ലെവലിലേക്ക് അവർ പോകണമായിരുന്നു. പക്ഷേ സ്പിരിച്വലി അവർക്ക് ആ ഹയർ ലെവലിലേക്ക് പോകുവാൻ കഴിയാതിരുന്നത് കൊണ്ട് 1500 വർഷം ആ പ്രമാണം കൊടുത്തിട്ട് 1500 വർഷം പ്രമാണം നൽകിയതായ ദൈവം കാത്തിരുന്നു. ഈ 1500 വർഷം കൊണ്ട് അവരാ പക്വതയിൽ എത്താതിരുന്നപ്പോ, ആ ആത്മീയ നിലവാരത്തിലേക്ക് എത്താതിരുന്നപ്പോ, സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് ആ ലേവ്യ പുസ്തകത്തിലുള്ളതായ കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിവർത്തിച്ച പ്രത്യേകാൽ യാഗങ്ങൾ, തൻ്റെ ശരീരത്തിൽ അത് നിവർത്തിച്ച് ദൈവവുമായിട്ടൊരു റീകൺസിലിയേഷൻ ഉണ്ടാക്കി നമ്മെ ആത്മീകമായി ദൈവ സന്നിധിയിൽ ഇരുത്തുവാൻ ദൈവം ചെയ്തതായ കാര്യമാണ് കാൽവരി ക്രൂശിലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണം. ആ യാഗമരണത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എവിടെ പോകണം? ലേവ്യ പുസ്തകത്തിൽ പോയെങ്കിലേ പറ്റുകയുള്ളൂ. ആ യാഗമരണം മൂലം നമുക്ക് ലഭിച്ചതായ നീതീകരണവും രക്ഷയും ശുദ്ധീകരണവും ദൈവസന്നിധിയിലെ സന്തോഷവും ഒക്കെ എല്ലാ ആത്മീയ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് അഡോപ്റ്റ് ചെയ്യേണ്ടത് അറിഞ്ഞുകൊണ്ട് വേണം അത് ചെയ്യുവാൻ. കർത്താവ് പറഞ്ഞു, നിങ്ങളിത് അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാരെന്ന. അപ്പൊ ചെയ്തത് കൊണ്ട് ഭാഗ്യപദവിയിൽ എത്തത്തില്ല, ആരാധിച്ചത് കൊണ്ട് ഭാഗ്യപദവിയിൽ എത്തത്തില്ല, ഉപവസിച്ചത് കൊണ്ട് എത്തത്തില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് എത്തത്തില്ല. കർത്താവ് പറഞ്ഞത് ആ ഭാഗ്യപദവിയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഇത് അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാരെന്ന്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയാണ് എന്ന് അറിഞ്ഞു ചെയ്തില്ല എങ്കിൽ ചെയ്തത് കൊണ്ട് പ്രയോജനമില്ല. ആ അറിവിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പിരിച്വൽ ആ റെലമിലുള്ളതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസം. കാരണം കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിലുള്ളത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഉയരത്തിലുള്ളത് എങ്ങനെ മനസ്സിലാകും? കർത്താവിനോട് കൂടെ 3-3.5 വർഷം നടന്നതായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ മനസ്സിലാകുന്നില്ല, പിന്നെ ഉയരത്തിലുള്ളത് എങ്ങനെ മനസ്സിലാകും? അപ്പൊ ഈ ഭൂമിയിലുള്ളതായ കാര്യങ്ങളിൽ കൂടെ വേണം ഉയരത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. അഥവാ ദൈവിക ഉദ്ദേശം, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മാർമികമായ മിസ്റ്റീരിയസ് ആയിരിക്കുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലാക്കി നാം ആ പുതിയ നിയമ പ്രമാണത്തിലേക്ക് വരുമ്പോഴാണ് നാം ചെയ്യുന്നതിനെല്ലാം ഒരാഴമായ അർത്ഥമുണ്ട് എന്നും ഒരു വലിയ ദൈവിക ഉദ്ദേശം അതിനകത്തുണ്ട് എന്നും നാം ഇനിയും ക്രമീകരണം പ്രാപിപ്പാനുണ്ടെന്നും നാം ഒന്നും ആയിട്ടില്ല എന്നും മനസ്സിലാകുന്നത്. ആ ഒന്നും ആയിട്ടില്ല എന്നുള്ളതായ ആ ചിന്താഗതി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു എങ്കിൽ മാത്രമേ സ്പിരിച്വലി നമുക്ക് ഗ്രോ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. എനിക്കെല്ലാം അറിയാം, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ സ്വർഗത്തിൽ പോകും, പരിശുദ്ധാത്മാവിന്റെ കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അന്യഭാഷ സംസാരിക്കുന്നുണ്ട്, ദൈവവചനമൊക്കെ എനിക്കറിയാം, ഞാൻ ഒത്തിരി നാളുകൊണ്ട് കേൾക്കുന്നതല്ലേ, ഇതെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞ് ഒരറിവിന്റെ തികവിന്റെ അനുഭവത്തിലേക്ക് നാം ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ദൈവസന്നിധി കടന്നു വന്നാൽ അങ്ങനെയുള്ളവരെ ദൈവത്തിന് സഹായിക്കാൻ കഴിയുകയില്ല. അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് റൈറ്റിയസ്നെസ് അല്ലെങ്കിൽ സ്വയനീതീകരണം എന്ന്. സ്വയനീതീകരണം ഒരിക്കലും ദൈവത്തിന് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു അതിർവരമ്പ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ദൈവപാദപീഠത്തിലേക്ക് വരുന്നു, അങ്ങ് എന്നെ പഠിപ്പിക്കണം, ഞാൻ പഠിക്കുവാൻ താല്പര്യമുണ്ട്, എനിക്ക് തന്നിരിക്കുന്നതായ സോഴ്സ് ഉപയോഗിച്ച്, എനിക്ക് തന്നിരിക്കുന്നതായ ലോകപ്രകാരമുള്ളതായ വിദ്യാഭ്യാസം ഉപയോഗിച്ച്, അറിവ് ഉപയോഗിച്ച് ഞാൻ പഠിക്കുവാൻ തയ്യാറാണ്. അവിടെ ലോകപ്രകാരമുള്ളതായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അല്ല കർത്താവ് നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നത്,
പരിശുദ്ധാത്മാവിന്റെ അനന്തമായ ജ്ഞാനം നമ്മുടെ മേൽ പകരുവാനായിട്ടിടയായിത്തീരും. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളെ കുറിച്ച് നാം ചിന്തിപ്പാനായിട്ടിടയായി. പ്രധാനമായും 5 യാഗങ്ങളെ കുറിച്ചാണ് ലേവ്യ പുസ്തകത്തിന്റെ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ 5 യാഗങ്ങളും നാം ഒരു സർഫസ് ലെവലിൽ ഒന്ന് ഓടിച്ചു പോകുവാനായിട്ടിടയായി. സർഫസ് ലെവലിൽ ചിന്തിക്കാൻ മാത്രമേ നമ്മുടെ മുമ്പിൽ സമയമുള്ളൂ. ആഴങ്ങളിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരൊറ്റ യാഗം തന്നെ നമ്മൾ എത്ര ദിവസം പഠിച്ചാലും തീരത്തില്ല. അത്രത്തോളം ആഴങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ ഒരു സർഫസ് ലെവലിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ദൈവത്തിന്റെ വചനവുമായിട്ട് ദൈവപാദപീഠത്തിലിരിക്കുമ്പോൾ ഓരോ വാക്കുകളിൽ കൂടെയും ദൈവം നമ്മെ ആഴങ്ങളിൽ ഇറക്കും. ഹോമയാഗത്തിനുള്ളതായ മൃഗത്തിൽ കൂടെ, ആ മൃഗത്തിന്റെ തോലിരിക്കുന്നതിൽ കൂടെ, അതിനെ കണ്ണം കണ്ടമായി മുറിക്കുന്നതിൽ കൂടെ, അതിനെ വിറകിന്റെ മേലെ അടുക്കി വെക്കുന്നത് കൂടെ, ഇതെല്ലാത്തിനും ആത്മീകമായ ലെസൺസ് ഉണ്ട്. അത് പുതിയ നിയമത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നാം അറിയുവാനുള്ളതായ താല്പര്യത്തോടെ ദൈവവചനത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അതിലേക്ക് നടത്തും. സമയം കിട്ടുമ്പോൾ നമുക്ക് ഒന്നിച്ചാ കാര്യങ്ങൾ വിശദമായി ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തൽക്കാലം ഞാൻ എടുത്തുകൊണ്ടുവരുന്നതായ വിഷയത്തിന്റെ ഉപരിതലത്തിൽ കൂടെ മാത്രം യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെല്ലാം കർത്താവ് ഉണർത്തുമാറാകട്ടെ. ആ യാഗങ്ങളുടെ ദൈവിക ശാസ്ത്രം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അകൃത്യയാഗത്തെ കുറിച്ചുള്ളതായ പ്രമാണമാണ് 5-ാം അധ്യായത്തിൽ. നാം കഴിഞ്ഞ ആഴ്ച അതൊന്ന് ഓടിച്ച് ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അകൃത്യയാഗത്തെ കുറിച്ച് നാം ആഴമായി ചിന്തിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. യാഗങ്ങളുടെ പഠനം ആരംഭിക്കുമ്പോൾ ഹോമയാഗത്തിലാണ് ആദ്യം ആരംഭിക്കുന്നത്. ഹോമയാഗം ഒരു ദഹനയാഗമാണ്. അത് രക്തച്ചൊരിച്ചിലോടുകൂടി ആരംഭിക്കുന്ന യാഗമാണ്. ആ ഹോമയാഗം എന്തിനാണ് നമ്മളത് പഠിച്ചു? അത് സമ്പൂർണ്ണ സമർപ്പണമാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പിതാവായ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നതിന് വേണ്ടി സമ്പൂർണമായും സമർപ്പിച്ചു. പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. 40-ാം സങ്കീർത്തനത്തിൽ കർത്താവിന്റെ വാക്കുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ കാതുകളെ അങ്ങ് തുളച്ചിരിക്കുന്നു. അപ്പോ ദൈവഹിതം ചെയ്യുവാനായി പരിപൂർണമായും സമർപ്പിക്കപ്പെട്ടതായ ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അത് തന്നെയല്ലേ ഗതസമനത്തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മാനുഷികമായ നിലയിൽ കർത്താവ് പിതാവിനോട് പറഞ്ഞു. പക്ഷേ തൊട്ടടുത്ത നിമിഷം കർത്താവ് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം തന്നെ എന്റെ മേൽ നിവർത്തിക്കണം. ആ സമ്പൂർണ്ണ സമർപ്പണമാണ് ഹോമയാഗം കാണിക്കുന്നത്. അതെന്താ, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അഡോപ്ഷനായിട്ട് വന്നത്? നമ്മുടെ ജീവിതത്തിൽ അഡോപ്ഷനായിട്ട് വരിക എന്ന് പറയുമ്പോൾ ദൈവ സന്നിധാനത്തിൽ നാം സമ്പൂർണമായി സമർപ്പിക്കപ്പെടണം. കർത്താവ് പറഞ്ഞു, 613 കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് എഴുതി കൊടുത്തു. മത നേതാക്കന്മാർക്കും ശാസ്ത്രിമാർക്കും ആർക്കും അറിയില്ല ഇതിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്. നൂറ്റാണ്ടുകളായി അവർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതാ വലിയ കൽപ്പന, ഏതാ ഒന്നാമത്തെ കൽപ്പന, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാ? അവർ അന്യോന്യം ചോദിക്കുകയല്ലാതെ, അന്യോന്യം തർക്കിക്കുകയല്ലാതെ അതിനൊരു മറുപടി അവർക്ക് കിട്ടിയില്ല. ആ മറുപടി കിട്ടാതിരുന്നതായ യഹൂദ പ്രമാണികൾ അല്ലെങ്കിൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും കൂടെ ഒരു കൂട്ടമായി ചേർന്ന് ഇവിടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കൽ ചെന്നു. ഒത്തിരി കാര്യങ്ങൾ കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചതായ കൂട്ടത്തിൽ കർത്താവിനോട് ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അവർ വിചാരിച്ചു അവര് പറയുന്നതിന്റെ കൂട്ടം ഞഞ്ഞാ പറഞ്ഞ് ഈ കാര്യം ക്ലോസ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. കാരണം കർത്താവിന് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും കാണത്തില്ല. ഞങ്ങൾക്കറിയാത്ത കാര്യം എങ്ങനെ
ഈ ഇദ്ദേഹത്തിന് അറിയാവുന്നത് എന്നുള്ളതായ ധാരണയോടെയാണ് ഒന്ന് ചോദിച്ചത്. എന്നാൽ അവരുടെ അറിവില്ലായ്മയെ കർത്താവ് ശാസിച്ചിട്ട് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹിതത്തോടും കൂടെ എന്ത് ചെയ്യണം? സേവിക്കണം, സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. എങ്ങനെ ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ. അതാണ് സമ്പൂർണ്ണ സമർപ്പണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമമാത്രമായി ഫോർ ദ നെയിം സേക്കിനല്ല ദൈവത്തിന്റെ സന്നിധിയിൽ വരേണ്ടത്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നത് ഹോമയാഗം കർത്താവിൽ എങ്ങനെ പൂർത്തീകരിച്ചുവോ അതുപോലെ നാമും ദൈവ സന്നിധാനത്തിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്നെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ രാജ്യത്ത് നമുക്കും അവകാശികളായിരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോ അതിനു വേണ്ടിയാണ് ആ ഹോമയാഗം അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ഭോജനയാഗം കർത്താവുമായിട്ടുള്ളതായ ആ കർത്താവ് നമുക്ക് നന്മ തരുന്നു, ഭൗതികമായ നന്മ തരുന്നു. ആ നന്മയിൽ എന്ത് ചെയ്യുന്നു? കൂട്ടായ്മ ആചരിക്കുകയാണ്. ഈ ഭോജനയാഗത്തിന്റെ അവരെ കൊണ്ടുവരുന്നതായ അവർക്ക് കൊടുക്കുന്നതായ കാർഷിക വിളവിൽ നിന്ന് അവർ കൊണ്ടുവരികയാണ്. അപ്പൊ ദൈവം ചെയ്തതായ നന്മയെ ഓർത്ത്, ദൈവം ചെയ്തതായ ഉപകാരങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുന്നതാണ് ഏത്? ഭോജനയാഗം എന്ന് പറയുന്നത്. നാം ദൈവസന്നിധിയിൽ വരുമ്പോ ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. കർത്താവെ, അങ്ങ് എന്നെ ഇതുവരെ നിലനിർത്തിയത് കൊണ്ട് സ്തോത്രം. ഈ ഭൂമിയിൽ ഈ കാലഘട്ടത്തിൽ ജനിക്കുവാൻ അവസരം കിട്ടിയത് കൊണ്ട് സ്തോത്രം. അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ. ഈ കാലഘട്ടത്തിൽ ജീവിപ്പാൻ അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഞാനായിരിക്കുന്നതായ തലമുറ എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം 2 സെഞ്ചുറിയിലും കൂടെ ജീവിപ്പാനുള്ള അവസരം കിട്ടിയത് ഈ തലമുറയ്ക്കാണ്, അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരുടെ തലമുറയ്ക്കാണ്. ഈ ആധുനിക ലോകത്തിന്റെ യാതൊരു പ്രസരിതമില്ലാതെ ഈ നെറ്റോ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു തള്ളിക്കയറ്റവും ഇല്ലാത്തതായ ഒരു കാലഘട്ടത്തിൽ ജനിക്കുവാനും വളർത്തപ്പെടുവാനും ഇടയായിട്ട് തീർന്നത് ഗ്രാജുവലി പിന്നത്തേൽ എന്ത് ചെയ്തു? ഈ ശാസ്ത്രം വളരുന്നത് നേരിട്ട് കണ്ട് ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിലെത്തി നിൽക്കുന്നതായ ആ കാഴ്ചപ്പാട് കാണുവാൻ ഞങ്ങൾ ജനിച്ചതായ കാലഘട്ടത്തിൽ ജനിച്ചവർക്ക് കിട്ടിയതായ ഭാഗ്യം വലിയ ഭാഗ്യമാണ്. അത് ഈ സെഞ്ചുറിയിൽ ജനിച്ചവർക്ക് കിട്ടാത്ത ഭാഗ്യമാണ്. അപ്പോ നമ്മളായിരിക്കുന്നതായ ഈ തലമുറയിൽ ജനിക്കാൻ കിട്ടിയത് തന്നെ ദൈവം നമുക്ക് ചെയ്തൊരു വലിയ ഭാഗ്യ പദവിയാണ്, ഒരു ഉപകാരമാണ്. ആ ഉപകാരത്തെ ഓർത്താണ് ദൈവത്തിന് സ്തോത്രം ചെയ്തത്. പിന്നെ അതിന്റെ പിന്നാലെ ആ ഉപകാരങ്ങളൊന്ന് പടിപടിയായിട്ട് എഴുതിയാൽ നമ്മൾ എത്ര എഴുതിയാലും തീരാത്ത രീതിയിൽ ആ ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഇങ്ങനെ നീണ്ടങ്ങ് പോകാം. ഈ ഉപകാരങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നതാണ് ഭോജനയാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ യാഗം സമാധാനയാഗമാണെന്ന് പറഞ്ഞു. സമാധാനയാഗം ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് സ്ഥാപിച്ചതായ സമാധാനം. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ മരണം മൂലം നമുക്ക് എന്ത് ചെയ്യും? ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോടുള്ളതായ സമാധാനം നഷ്ടപ്പെട്ടതായ ഒരു അവസ്ഥയിൽ നിന്ന് ദൈവവുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ഒരു റീകൺസിലിയേഷൻ, ഒരു സമാധാനം വന്നു. ആ സമാധാനം പ്രാപിച്ചതിനുള്ളതായ യാഗമാണ് എന്ത്? സമാധാനയാഗം. 4-ാമത്തെ യാഗം പാപയാഗമാണ്. അത് 2 രീതിയിലാണ് അർപ്പിക്കുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. അത് ഇസ്രയേലിന്റെ മൊത്തത്തിലുള്ളതായ പാപത്തിനു വേണ്ടി പാപ പരിഹാര പെരുന്നാൾ എന്ന് പറയുന്നതായ ആ 7 പെരുന്നാളിൽ ഒരു പ്രധാനപ്പെട്ടതായ പെരുന്നാളുണ്ട്. ആ പെരുന്നാളിൽ അല്ലെങ്കിൽ പാപപരിഹാര ദിവസം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ലേവ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ വളരെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്.
അത് അക്ഷരം പ്രതി, ആ അക്ഷരം പ്രതി എന്ന് പറഞ്ഞാൽ ഒരക്ഷരം പോലും വിടാതെ കാൽവരി ക്രൂസിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അതുപോലെ നിർവഹിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. അതാണ് നമ്മുടെ ജീവിതത്തിന്, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ നിവർത്തിച്ചു എന്ന് ആ രണ്ടു ഭാഗങ്ങളിലൂടെ കർത്താവിന്റെ ക്രൂശുമരണവും അല്ലെങ്കിൽ ഈഹലോകവാസത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളും കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെയും സ്വഭാവം, അതിന്റെ ആ പ്രായോഗികത, അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് എങ്ങനെയായിരുന്നു എന്ന് വിശദമായി ആ ലേവ്യ പുസ്തകത്തിലെ പാപപരിഹാര പെരുന്നാളിൽ ആ ദിവസം സംഭവിച്ചതായ കാര്യങ്ങളുമായി ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പാപത്തിന് പരിഹാരമായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അങ്ങനെ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഉണ്ടല്ലോ കിട്ടുന്ന ആത്മസംതൃപ്തി അല്ലെങ്കിൽ ആത്മസന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വർണ്ണനാതീതമാണ്. ദൈവസന്നിധി ഇരിക്കുമ്പോ വിശുദ്ധമായിരുന്ന ദൈവസന്നിധി ഹൃദയം പകരുവാൻ അത് മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. 5ാമത്തെ യാഗത്തിലേക്കാണ് നാം വന്നത്. അത് അകൃത്യയാഗമാണ്. പ്രൈസ് ദി ലോർഡ്. അകൃത്യയാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞതായ 4 യാഗങ്ങളും ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പോലെ അതിനേക്കാൾ അല്പം കൂടെ പ്രയോജനപ്പെടത്തക്ക രീതിയിലാണ് അകൃത്യയാഗത്തിന്റെ പ്രമാണങ്ങൾ വന്നത്. അകൃത്യയാഗത്തെ കുറിച്ച് ഉള്ളതായ പ്രമാണം നാം ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നൈർമല്യത അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ സുതാര്യത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. എങ്ങനെയാണ് ദൈവസന്നിധാനത്തിൽ അകൃത്യം വരാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 8 കാര്യങ്ങൾ നമുക്ക് അധ്യായത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയും. ഞാനത് വിശദീകരിച്ച് പഠിപ്പിക്കണമെന്ന് ചിന്തിച്ചതല്ല, പക്ഷെ അതങ്ങനെ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അത് എന്റെ പേരിൽ ഒരു കുറ്റമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനത് നിർബന്ധമായും അതൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിന്റെ ദൈവശാസ്ത്രപരമായ അല്ലെങ്കിൽ ക്രിസ്തുശാസ്ത്രപരമായ കാര്യങ്ങൾ പുതിയ നിയമവും 5ാം അധ്യായവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് സർഫസ് ലെവലിൽ മാത്രം ഒന്ന് ചിന്തിച്ചു പോകാം. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭമായി കൊലോസ്യ ലേഖനം 2ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം. അതെന്താ കാണുന്നത്? കൊലോസ്യ ലേഖനം 2ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യത്തിൽ ഇത് വരുവാനിരിക്കുന്നവയുടെ നിഴലാണ്. ഏത്? ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വരാനിരിക്കുന്നതിന്റെ നിഴലാണ് എന്ന് പൗലോസ് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും കർത്താവിന്റെ ക്രൂശുമരണത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളെയും ഒക്കെ വിശദമായി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് കൊലോസ്യ ലേഖനം. മറ്റു സുവിശേഷങ്ങളിലോ മറ്റു ലേഖനങ്ങളിലോ കാണാത്തതായ വലിയ കാര്യം നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ ചിന്ത കർത്താവ് ക്രൂശുമരണത്തിൽ ബലഹീനനായി, അശരണനായി, ആലംബഹീനനായി, വല്ലാത്ത കഷ്ടതയിൽ കിടന്ന് നിലവിളിച്ച് അങ്ങനെ പ്രാണനെ വിട്ടു എന്നാ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതും. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് ക്രൂശിൽ കയറുമ്പോൾ ആ ക്രൂശ് എന്ന് പറയുന്നത് ജയത്തിന്റെ അടയാളമായി മാറുവാനിടയായി. ഭൂമി മാത്രമല്ല, സ്വർലോകത്തിലും അധമപാതാളത്തിലും കർത്താവിന്റെ ആ ജയത്തിന്റെ ഭേരി മുഴങ്ങുവാനിടയായി. മാനവജാതിക്ക് അത് സന്തോഷത്തിനും വിടുതലിനും അടിസ്ഥാന കാരണമായി തീർന്നപ്പോ സ്വർഗത്തിൽ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം വിജയകരമായി നിവർത്തിച്ചു എന്നുള്ളതിന് ദൂതന്മാരുടെ ആർപ്പുവിളി സ്വർഗത്തിൽ മുഴങ്ങുവാനിടയായി. അധമപാതാളത്തിലോ പിശാചും അവന്റെ കൂട്ടരും ഇനിയും മാനവജാതിയുടെ മേൽ ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾക്ക് ജയമില്ല, ഇനി മനുഷ്യനെ ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, എന്നേക്കുമായി തോൽവി ക്രൂശ് മൂലം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞ് പരാജയത്തോടെ നിലവിളിക്കുന്നതായ ഒരു സാത്താന്യ മണ്ഡലം അധോലോകത്തിൽ
കേൾക്കുവാൻ നമുക്ക് കഴിയും. ആ അധോലോകത്തിൽ നിന്ന് സാത്താന്യ മണ്ഡലത്തിന്റെ ആ നിലവിളി നമുക്ക് കേൾക്കുവാൻ കഴിയും. അപ്പോ ക്രൂശ് എന്ന് പറയുന്നത്, കർത്താവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് പരാജയത്തിന്റെ ലക്ഷണമല്ല, ദുഃഖത്തിന്റെ ലക്ഷണമല്ല, അത് അശരണരുടെ സിംബലല്ല, പിന്നെയോ ജയത്തിന്റെ അടയാളമായി കാണുമ്പോൾ എങ്ങനെ അത് ജയത്തിൻ്റെതായ ഘോഷമായി മാറി എന്ന് പറയുന്നതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിൽ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറി ക്രൂശിൽ ആ അന്ധകാര സമയത്ത്, അതായത് 9-ാം മണി നേരം മുതൽ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ഭൂമി മുഴുവനും അല്ലെങ്കിൽ ആ ദേശം മുഴുവനും ഇരുട്ടിലായപ്പോ ആ ഇരുട്ടിൽ കടന്ന കാൽവറി ക്രൂശിൽ 2-3 ആണികളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നതായ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത 6 വലിയ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം. അതെങ്ങനെ പൗലോസിന് മനസ്സിലായെന്ന് ചോദിച്ചാൽ, പൗലോസിന് മറ്റാർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത വിധത്തിൽ കർത്താവ് അത് നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് കൊലോസ്യ ലേഖനത്തിൽ വായിപ്പാൻ. പിന്നെ അത് എന്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് കാൽവറി ക്രൂശ് എന്ന് പറയുന്നത് ജയത്തിന്റെ സിംബലാണ്. അത് കണ്ണുനീരിന്റെ അടയാളമല്ല, അത് ദുഃഖത്തിന്റെ അടയാളമല്ല, അത് തോൽവിയുടെ അടയാളമല്ല, അത് നിലവിളിയുടെ ശബ്ദവുമല്ല, അത് ജയത്തിന്റെ ശബ്ദമാണ്. അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ, ക്രൂശിൽ മറഞ്ഞു നിൽക്കുന്നതായ നമ്മൾ ഹല്ലേലൂയ ജയത്തിന്റെ വക്താക്കളാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതൊക്കെ ഈ കാണുന്ന കാര്യം, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്നവയുടെ നിഴലായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്ന കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. അപ്പോ എന്താണ് ഈ വരുവാനിരുന്നവയുടെ നിഴൽ എന്നുള്ള കാര്യം നമുക്ക് ഈ ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്ന് വാക്യമായിട്ട് ഒന്ന് പഠിച്ചു പോകുവാൻ താല്പര്യമുണ്ട്. കർത്താവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരാം. അല്പം ശാന്തമായി തന്നെ നിർത്തി നമുക്ക് ആ ഭാഗങ്ങളിൽ കൂടെ ഒന്ന് പോകാം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ തന്നെ കുറ്റം വഹിക്കണം. അകൃത്യം. എന്താണ് അകൃത്യം എന്ന് പറഞ്ഞാൽ? അകൃത്യത്തിന് യാഗമായി തീർന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 53 വേഴ്സസ് 10. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്, അപ്പോ അകൃത്യയാഗമായി തീരാൻ കാരണം പല വിധത്തിൽ ജനത്തിന്റെ മേൽ വന്നതായ അകൃത്യമാണ്. എന്താണ് അകൃത്യം എന്ന് പറഞ്ഞാൽ? 8 കാര്യങ്ങൾ നമുക്ക് ലേവ്യ പുസ്തകം അധ്യായത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. അത് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അകൃത്യമായി പരിണമിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മൾ അത് മനസ്സിലാക്കി പോകുന്നതാണ് നല്ലത്. ഇന്ന് ആ 8 കാര്യങ്ങളും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഗത്തിൽ ഞാനത് വായിച്ചു പോകാം. 1, ഒരു മനുഷ്യൻ knows the truth about a matter, hears a public charge to testify but refuses to speak. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്തു? സത്യം മനസ്സിലാക്കി, സത്യവാചകം കേട്ടു. അത് ഒന്നുകിൽ സാക്ഷിയായി കാണുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അറിയുകയോ ചെയ്തു. പക്ഷെ എന്ത് ചെയ്തില്ല? ഇത് അറിയിച്ചതേയില്ല. അറിയിച്ചു കഴിഞ്ഞാൽ എന്റെ പേരിൽ കുറ്റം വരും, അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരനാകും, എന്നെ ഒറ്റപ്പെടുത്തും എന്ന് പറഞ്ഞ് ആ സത്യം തന്നിൽ തന്നെ മറച്ചു വെക്കുന്നതായ ആ സ്വഭാവമാണ് അകൃത്യം. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ അബ്രഹാമിന്റെ കാലം മുതൽ ദൈവത്തെ അവർ മനസ്സിലാക്കി വരികയാണ്, ദൈവത്തെ അറിഞ്ഞു വരികയാണ്, ദൈവത്തിന്റെ പ്രമാണം അറിഞ്ഞു വരികയാണ്.
ഈ അറിയുന്ന പ്രമാണം എന്ത് ചെയ്യണം? ഇസ്രയേലിന്റെ ഗോത്രങ്ങളിൽക്കുള്ളിൽ തന്നെ ഒതുക്കി നിർത്താനല്ല ദൈവം പറഞ്ഞത്. പിന്നെയോ അത് ജാതികളിലേക്ക് പകരപ്പെടണം. എന്നിട്ട് ഇസ്രയേൽ മക്കൾ മുഖാന്തരം സൃഷ്ടിതാവായ ദൈവത്തെ ലോകം മനസ്സിലാക്കണം. ഇത് അവർ ചെയ്തില്ല. ഇത് അവരുടെ മേൽ അകൃത്യമായി വന്നു. അതുകൊണ്ടാണ് കർത്താവ് തൽക്കാലത്തേക്ക് അവരുടെ ചെവികളെ അടച്ച് കണ്ണുകളെ കുരുടാക്കി അവരുടെ ബുദ്ധിയെ മറച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാത്ത വിധത്തിൽ അവരെ അന്ധന്മാരും കുരുടന്മാരും ആക്കി തീർത്തത്. അതിന്റെ കഷ്ടത അവർ അനുഭവിക്കേണ്ടി വന്നു. അത് ഇസ്രയേലിന്റെ പ്രവണതയാണ്. അപ്പോ ഈ സൈലൻസ് വെൻ ട്രൂത്ത് ഈസ് റിക്വയർഡ്, അതാണ് പാപം. സത്യം അറിയിക്കേണ്ടയിടത്ത് സത്യം അറിയിക്കാതിരിക്കുന്നതാണ് പാപം. അത് പഴയ നിയമത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കണം. അതിന് തത്വം എന്താണ്? പ്രിൻസിപ്പിൾ, യു ആർ റെസ്പോൺസിബിൾ ഫോർ ട്രൂത്ത്. മനസ്സിലാക്കണം, നമ്മൾ സത്യത്തിന് റെസ്പോൺസിബിൾ ആണ്. സത്യം മനസ്സിലാക്കിയാൽ ആ സത്യം റിവീൽ ചെയ്യണം. റിവീൽ ചെയ്യേണ്ടടുത്ത് റിവീൽ ചെയ്യേണ്ടതുപോലെ സത്യം, ട്രൂത്ത് മസ്റ്റ് ബി റിവീൽ. സത്യം തുറന്ന് അറിയിക്കേണ്ടടുത്ത് അറിയിക്കേണ്ടതുപോലെ അറിയിക്കണം. നമുക്ക് പുതിയ നിയമത്തിൽ അതൊന്ന് വരാം. നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പിന്നെ ചിന്തിക്കാം. വിത്ത്ഹോൾഡിംഗ് ട്രൂത്ത്, ഫെയിലിംഗ് ടു ടെസ്റ്റിഫൈ. നമുക്ക് യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. നിങ്ങൾ റെഫറൻസ് എഴുതി വെക്കണം. കാരണം അകൃത്യയാഗമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അകൃത്യം ഉണ്ടാകും. അകൃത്യം ഉണ്ടാകും. ഒന്നുകൂടെ ഞാൻ തീർത്തു പറയുന്നു, അകൃത്യം വരും. ഈ അകൃത്യത്തിന് നാം പ്രായച്ചിത്തം ചെയ്തേ മതിയാകുകയുള്ളൂ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. നോയിങ് റൈറ്റ് ബട്ട് നോട്ട് ഡൂയിങ് ഇറ്റ്. നന്മ ചെയ്യാൻ അറിയാം, പക്ഷേ അത് ചെയ്യാതിരുന്നാൽ പാപമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 47-ാമത്തെ വാക്യം. അവൻ നോക്കിയിരിക്കാത്ത നാളിൽ യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടിയുള്ളൂ. ഇത് പൊതുവെയുള്ളതായ കാര്യമാണ്. ഇനി നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക്, നമ്മുടെ സഭാ ജീവിതത്തിലേക്ക് ഒന്ന് വരാം. സഭാ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, നാം എല്ലാവരും നമ്മുടെ സഹോദരന്മാരുടെ കാവൽക്കാർ. സംശയമില്ലാത്ത കാര്യമാണല്ലോ. കയീനോട് യഹോവയായ ദൈവം ചോദിച്ച ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? അപ്പൊ സഹോദരന്റെ കാവൽക്കാരൻ. നാം എല്ലാവരും സഭയുടെ കാവൽക്കാരാണ്. സഭയുടെ കാവൽക്കാരാണ്, സഹോദരന്റെ കാവൽക്കാരാണ്. സഹോദരനെ കുറിച്ച് തിന്മയായിട്ടുള്ളത്, ദോഷമായിട്ടുള്ളത് കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് അവനെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കാതെ അത് നാം മറച്ച് ഇഫ് വി ആർ കീപ് സൈലൻസ്, അതിന്റെ പേരാണ് അകൃത്യം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹോദരൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സഹോദരനോട് തെറ്റാണെന്ന് ബോധിപ്പിക്കുവാനുള്ളതായ പരിപൂർണമായ ഉത്തരവാദിത്വം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്നെ ഒറ്റപ്പെടുത്തും, എന്നെ കള്ളനാക്കും, എന്നെ തിരസ്കരിക്കും, ഞാൻ പറയുന്നത് കേൾക്കുകയില്ല എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാനം, നമ്മുടെ പൊസിഷൻ, നമ്മുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്താണ്? അതാണ് അകൃത്യം എന്ന് പറയുന്നത്. ആ അകൃത്യം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ വരാൻ പാടില്ല എന്നാണ് 5-ാം അധ്യായം, ലേവ്യ പുസ്തകം 5-ാം അധ്യായം. അപ്പം അകൃത്യയാഗം പഴയ നിയമത്തിലെ കാര്യമാണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. നാം എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. സൈലൻസ് ഓർ ഇനാക്ഷൻ വെൻ ട്രൂത്ത് ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത് സിന്ന. നമ്മുടെ പ്രവൃത്തി ഒരു
നല്ല കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യം ഒഴിവാക്കാൻ വേണ്ടി, ഒരു തെറ്റായ കാര്യം നിർത്താൻ വേണ്ടി നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തുറന്നു പറയാതെ ഓരോരുത്തരും അവരുടെ ഉള്ളത്തിൽ അടക്കി വെച്ചാൽ അതിന്റെ പേരാണ് അകൃത്യം എന്ന് പറയുന്നത്. ദൈവസഭയ്ക്കകത്ത് അശുദ്ധി വ്യാപരിപ്പാൻ കാരണം ഈ അകൃത്യം പലരിലും ഉള്ളത് കൊണ്ടാണ്. നാം നമ്മെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മനഃപൂർവ്വമായി നമ്മൾ എന്ത് ചെയ്യുന്നു? നാം ദൈവം മുമ്പാകെ അശുദ്ധരായി മാറുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് ആ സർഫസ് ലെവലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സോ വി ഹാവ് ടു ബി ഓപ്പൺ ഹാർട്ട് ടു വെയർ ഇൻ ഫ്രണ്ട് ഓഫ് ലോർഡ്. ആ ജഡ്ജിന്റെ മുമ്പാകെ, ആ ജസ്റ്റിസിന്റെ മുമ്പാകെ, സഭയുടെ മുമ്പാകെ, പ്രൈസ് ദി ലോർഡ്, നാം ആ രീതിയിൽ യാതൊരു കാരണവശാലും അകൃത്യം ചെയ്യുവാനിടയാകരുത്. ഒന്നാമത് വിത്ത്ഹോൾഡിംഗ് ട്രൂത്ത്, സത്യം മറച്ചു വെക്കുന്നത്, അത് അകൃത്യമാണ്. അത് ഒരിക്കലും നാം ചെയ്യുവാനായിട്ട് പാടില്ല. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. രണ്ടാമത്തെ ഭാഗം ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങൾ എല്ലാവരും വേദോസ് എടുക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞു പോകുന്നത് ചുമ്മാ നിന്ന് കാണരുത്. നിങ്ങൾ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നാലും കൊള്ളാം, ക്യാമറയ്ക്ക് പിന്നിൽ ഇരുന്നാലും കൊള്ളാം. നിങ്ങൾ ഈ വേദപുസ്തകം കൂടെ ഒന്ന് വായിക്കണം. വായിച്ച് ആ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകുന്നത് നല്ലതാണ്. ബാക്കി 2-3 വാക്യങ്ങൾ. ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിന്റെ പിണമോ, ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിന്റെ പിണമോ, ശുദ്ധിയില്ലാത്ത ഇലജാതിയുടെ പിണമോ, ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു. അല്ലെങ്കിൽ യാതൊരു അശുദ്ധിയായാലെങ്കിലും അശുദ്ധനായ ഒരു മനുഷ്യന്റെ അശുദ്ധിയെ ഒരുത്തൻ തൊടുകയും അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അതറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകും. ടച്ചിങ്. അവിടെ എന്താ ചെയ്യേണ്ടത്? ശക്തനായ മൃഗത്തെയോ അശുദ്ധമായ ജീവികളെയോ അശുദ്ധരായ മനുഷ്യരെയോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ തുടരുന്നത്. ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തതായ പ്രമാണം. അതിന് അശുദ്ധമായ മൃഗങ്ങൾ എന്തൊക്കെയാണെന്നും അശുദ്ധമായ ജീവികൾ എന്തൊക്കെയുണ്ടെന്നും അശുദ്ധരായ ജനമേതാണെന്നും അശുദ്ധി എന്താണെന്നും ഒക്കെ വ്യക്തമായ ഒരു പട്ടിക തിരിച്ച് ലേവ്യ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലേവ്യ പുസ്തകത്തിൽ കൂടെ ഒരു ഇസ്രായേലിൽ യാത്ര ചെയ്യുമ്പോ ഈ വാക്യം കിട്ടിക്കഴിയുമ്പോൾ അവർ മനസ്സിലാകും, ഞാൻ ഈ കാര്യത്തിൽ അകൃത്യം ചെയ്തോ ഇല്ലയോ. ഏതെങ്കിലും കാരണവശാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ അശുദ്ധ വിഷയങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവസന്നിധാനത്തിൽ അകൃത്യം ചെയ്തിരിക്കുകയാണ്. ആ അകൃത്യത്തിന് അവൻ എന്ത് ചെയ്യണം? പരിഹാരം കൊണ്ടുവരാതെ ദൈവാലയത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോ ഇവിടുത്തെ തത്വം എന്താണ്? ഗോഡ് റിക്വയർസ് അവയർനെസ് ഓഫ് സ്പിരിച്വൽ പ്യൂരിറ്റി. നമ്മുടെ ആത്മീകമായ വിശുദ്ധിയെ കുറിച്ച് നമ്മൾക്ക് അറിവുണ്ടായിരിക്കണം. അറിഞ്ഞോ അറിയാതെയോ തൊടുന്നവൻ അകൃത്യം ചെയ്തു എന്നാണ്. ഞാൻ അറിയാത്തത് കൊണ്ട് തൊട്ടു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒഴിയാനായിട്ട് പാടില്ല. കാരണം അറിയണമെന്നുള്ളത് ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. പ്രമാണം തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്, നിയമം തന്നിട്ടുണ്ട്. നിയമം അറിയണം. രാജ്യത്ത് താമസിക്കുമ്പോ എനിക്ക് നിയമം ബാധകമല്ല, ഞാൻ നിയമം ഒന്നും ശ്രദ്ധിക്കുന്നില്ല, നിയമം പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നിയമം മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് നിയമം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിയമലംഘനം ഒരിക്കലും ന്യായീകരിക്കപ്പെടുകയില്ല. ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിന്റെ എഴുതി വച്ചിരിക്കുന്നതായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിന് നാം കീഴ്പ്പെട്ടവരാണ്. നിയമം അനുസരിച്ചേ മതിയാകുകയുള്ളൂ. നിയമം അനുസരിച്ചില്ല എങ്കിൽ ആ നിയമം അനുസരിക്കാത്ത ലംഘനത്തിന് പറഞ്ഞിരിക്കുന്നതായ ശിക്ഷ അനുഭവിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിലും. ഇസ്രായേലിന്റെ ജീവിതത്തിൽ അശുദ്ധമായ മൃഗങ്ങൾ, അശുദ്ധമായ പക്ഷികൾ, അശുദ്ധമായ കാര്യങ്ങൾ, അശുദ്ധമായ മനുഷ്യർ, ഇവരോടൊക്കെ എങ്ങനെയാണ് അകലം പാലിക്കേണ്ടത്, ഇങ്ങനെയുള്ളവരോട് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടെന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോ അത് ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ്
എങ്ങനെയും ആലയത്തിൽ വന്നാൽ അവൻ ശിക്ഷാർഹനാണ്. ആലയത്തിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകുകയുള്ളൂ. അതാണ് പഴയ നിയമത്തിന്റെ പ്രധാനം. അപ്പോ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്തുവാണ്? പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയുടെ പ്രമാണത്തെ കുറിച്ച് ഗോഡ് റിക്വയർസ് അവയർനെസ് ഓഫ് സ്പിരിച്വൽ പ്യൂരിറ്റി. നമ്മുടെ ആത്മീക ശുദ്ധീകരണത്തെ സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. അത് പ്രിൻസിപ്പിളാണ്. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കാം. കൊരിന്ത്യർക്കെതിരായ 2-ാം ലേഖനം 2 കൊരിന്തി അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു. എന്ത് കൃത്യമായിട്ടാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇത് ലേവ്യ പുസ്തകവുമായി ബന്ധപ്പെട്ടുവെങ്കിൽ മാത്രമേ ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകും, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ആ വാഗ്ദത്തം കയറി പിടിച്ചാൽ മതി. വാഗ്ദത്തം എവിടെ ഉണ്ടെങ്കിലും നമ്മൾ ചാടിക്കയറിയാൽ പിടിക്കുക. പിന്നെ അതിനകത്ത് തൂങ്ങി ഞാൻ കിടക്കുകയാണ്. വാഗ്ദത്തം എനിക്കുണ്ട്, വാഗ്ദത്തം എനിക്കുണ്ട്. പക്ഷെ ഈ വാഗ്ദത്തം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാർക്കും ചിന്തയില്ല. എന്നാ ആരും അതിനെക്കുറിച്ച് പഠിക്കുകയുമില്ല. ജഡത്തിലെയും ആത്മാവിലെയും കൺവെൻഷനുകളെ മാറ്റും. ഓക്കെ, അതറിയാം. പക്ഷെ എന്താണ് ഈ കൺവെൻഷൻ? ജഡത്തിൽ എങ്ങനെയാണ് ഈ കൺവെൻഷൻ പറ്റുന്നത്? ആത്മാവിൽ എങ്ങനെയാണ് ഈ കൺവെൻഷൻ വരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല, നമുക്ക് പഠിക്കുകയും വേണ്ട, നമുക്ക് അറിയുകയും വേണ്ട. ഇത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അക്ഷരാർത്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നിടത്തേക്ക് പോകണം, അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അശുദ്ധമായതൊന്നും തുടരുത്. കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യമാണ്. അശുദ്ധമായത് തുടരുത്. അങ്ങനെയെങ്കിൽ അശുദ്ധമായത് നോക്കരുത്, അശുദ്ധമായത് തുടരുത്, അശുദ്ധമായത് ഭക്ഷിക്കരുത്. ഇതൊക്കെ ദൈവത്തിന്റെ പ്രമാണമാണ്. എവിടെയും പോയി എന്തും ആരും തരുന്നത്, ഏതാഘോഷത്തിനും സുഹൃത്ബന്ധം പരിഗണിച്ച് എവിടെയും പോയി ആഘോഷത്തിന് പങ്കെടുത്ത് കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചതിന് ശേഷം ഉള്ള കെട്ടും വെള്ള ക്രീമും എല്ലാം വാങ്ങിച്ചോണ്ട് വന്നിട്ട് പ്രാർത്ഥനയാ, കർത്താവേ എന്നെ വിടുവിക്കണമേ എന്ന്. നടക്കില്ല. അകൃത്യം ദൈവം ക്ഷമിക്കുകയില്ല. അകൃത്യത്തിന് പരിഹാരം കണ്ടേ മതിയാകുകയുള്ളൂ. അകൃത്യം എന്താണ്? ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ പങ്കുചേരുന്നത് അകൃത്യമാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങളിൽ അശുദ്ധമായത് തുടരുത്, അശുദ്ധമായത് രുചിക്കരുത്, അശുദ്ധമായത് ഭക്ഷിക്കരുത്. ഇതുകൊണ്ടാണ് ജാതികളുടെ പെരുന്നാളുകളിൽ പങ്കെടുക്കരുത് എന്ന് പറയാൻ കാരണം. അത് മനസ്സിലാക്കിയതായ ദൈവജനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല കേട്ടോ. നമ്മളാണ് നിയമം തന്നവൻ നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. നിയമം അനുസരിക്കണം, നീ ഇതനുസരിക്കണം, നീ ഇതനുസരിക്കണം എന്ന് ആരും പുറകെ വന്ന് നിർബന്ധിക്കില്ല. ഒരു ഭരണാധികാരി നിർബന്ധിക്കുകയില്ല. നിയമം അനുസരിക്കുന്നുണ്ടോ എന്ന് ഭരണാധികാരി ഉദ്യോഗസ്ഥന്മാർ നോക്കണം. നിയമം അനുസരിക്കുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷനാണ്. ഇത് തന്നെയാണ് ആത്മീയത്തിലും. ഇപ്പൊ ദൈവം എന്നോട് പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് കരുതുന്നത് വളരെ ഭോഷത്വമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജഡത്തിൽ അഴുക്ക് പെരളുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഇനിയും പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. എന്ത് കൃത്യമായിട്ടാണ് പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? നമ്മളെ വിളിച്ച വിളിക്ക് യോഗ്യമാകുമെന്ന്. എല്ലാവരും ഒരുപോലെയല്ല നടക്കേണ്ടത്. നമ്മളെ വിളിച്ച വിളി, നമ്മളെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയുടെ ഉദ്ദേശം മനസ്സിലാക്കണം. നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ നിയോഗം മനസ്സിലാക്കണം. നമ്മെക്കുറിച്ചുള്ളതായ ദൈവത്തിന്റെ കൃത്യമെന്തെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുമെന്നോ, അവൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. ഒരുത്തന്റെ പ്രവൃത്തി വെച്ച് അവനെ വിധിക്കരുത്. അവനും ദൈവവുമായിട്ടുള്ളതായ ബന്ധമാണ്.
ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവിക പ്രമാണത്തിന്, ദൈവിക ദൂഷണത്തിനും വചനത്തിലെ പ്രമാണമനുസരിച്ച് അശുദ്ധിക്കും പോകുന്നവനോടുള്ളതായ കൂട്ടായ്മയില്ല. അത് കറക്റ്റ്. പക്ഷേ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതായ വിളിക്കൊത്തവണ്ണം വിശുദ്ധിയുടെ ലെവലിന് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാധാരണക്കാരൻ അവൻ മുടി നീട്ടി, അവൻ മുടി കത്തിരിച്ചാൽ കുഴപ്പമില്ല. പഴയ നിയമത്തിലേക്ക് വരുമ്പോ അവന് മുന്തിരി ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല, അവന് ശവത്തെ തൊടുന്നതിന് കുഴപ്പമില്ല. എന്നാൽ നാസിർ വ്രതക്കാരൻ ദൈവസന്നിധാനത്തിൽ പ്രത്യേകം തീരുമാനമെടുത്ത് ദൈവസന്നിധാനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതായ മനുഷ്യനാണ് നാസിർ വ്രതക്കാരൻ. നാസിർ വ്രതക്കാരന് ശവത്തിന്റെ അടുക്കൽ പോകാൻ, ശവത്തെ തൊടുവാൻ പ്രമാണമില്ല, അവന്റെ തലമുടി കത്തിരിക്കാൻ പ്രമാണമില്ല, മുന്തിരിയുടെ ഫലം കഴിക്കാൻ അവന് പ്രമാണമില്ല. മുന്തിരിയുടെ ഫലം കഴിച്ചാൽ എനിക്ക് എന്റെ ക്ഷീണം മാറും എന്ന് പറഞ്ഞ് അവനത് കഴിക്കാൻ പ്രമാണമില്ല. മറ്റവൻ കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് കഴിച്ചുകൂടാ എന്ന് പറയാൻ താരതമ്യം അവിടെ ഇല്ല. അതുകൊണ്ട് ഒരുവനോട് താരതമ്യപ്പെടുത്തി വിശുദ്ധനാണോ അശുദ്ധനാണോ എന്ന് നിർണയിക്കുവാൻ ദൈവവചനത്തിന് പ്രമാണമില്ല. വിശുദ്ധിയുടെ പ്രാഥമികമായ അടിസ്ഥാനപരമായ ഘടകങ്ങളുണ്ട്, അതെല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ വിശുദ്ധിയുടെ ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോ അവരവരെ വിളിച്ചതിനൊത്തവണ്ണം എന്ത് ചെയ്യണം? വിശുദ്ധിയുടെ മാനദണ്ഡം സൂക്ഷിക്കണം. 10 പേരുടെ മുമ്പിൽ നിൽക്കുന്നവൻ 10 പേർക്ക് മാതൃകയായിരിക്കണം. 100 പേരുടെ മുമ്പിൽ നിൽക്കുന്നവൻ 100 പേർക്ക് മാതൃകയായിരിക്കണം. 1000 പേരുടെ മുമ്പിൽ നിൽക്കുന്നവൻ 1000 പേർക്കും മാതൃകയായിരിക്കണം. 10 പേർക്കുള്ള മാതൃക എന്ന് പറയുമ്പോൾ ലിമിറ്റഡായി, 50 പേരുടെ മാതൃക എന്ന് പറയുമ്പോൾ ലിമിറ്റഡായി. പക്ഷേ 100 പേരുടെ 1000 പേരുടെ മുന്നിലേക്ക് വരുമ്പോ പല ചിന്താഗതികളായി ഒരു വൈഡ് വെറൈറ്റിയാണ് അവിടെ വരുന്നത്. വിശാലമായ ഒരു മണ്ഡലമാണ് വരുന്നത്. എവിടെ നിന്ന് നോക്കിയാലും കുറ്റം പറയാത്ത വിധത്തിൽ നിർമ്മലത പ്രാപിക്കുവാൻ തയ്യാറാകണം. ഇതാണ് ദൈവത്തിന്റെ വിശുദ്ധിയുടെ മാനദണ്ഡം. അൺക്ലീൻനെസ് ഈസ് നൗ ഇന്റേണൽ, ഹാർട്ട്, തോട്ട്സ്, ലൈഫ് സ്റ്റൈൽ. കർത്താവ് പറഞ്ഞു, പുറമേ ഉള്ളതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അശുദ്ധമാക്കുന്നില്ല. പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നതൊന്നും കുഴപ്പമില്ല, അകത്തു നിന്ന് പുറത്തു വരുന്നതാണ് കുഴപ്പം. അകത്തു നിന്ന് ദുശ്ചിന്ത, കൊലപാതകം, പക, പിണക്കം, ഇതൊക്കെ അകത്ത് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അസൂയ, ഇതൊക്കെ അകത്തിങ്ങനെ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്തിങ്ങനെ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദ ഡെവലപ്മെന്റ് ഇൻസൈഡ് ഈസ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് വൺ. അത് ശുദ്ധമായിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെയാണ് രണ്ടാമത്തെ വിഷയം, മോറൽ ആൻഡ് സ്പിരിച്വൽ ഡിഫൈൽമെന്റ്. നമ്മുടെ ധാർമ്മികമായ ബുദ്ധിപരമായ കാര്യങ്ങളിലും നമ്മുടെ ആത്മീയ വിഷയങ്ങളിലും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം വിശുദ്ധിയുടെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ അല്പം കട്ടിയാണ്, ഇല്ലേ? കട്ടി കൂടാൻ പോവാണ്. ഇത് കട്ടി കുറയുന്ന കാര്യമല്ല, കട്ടി കൂടുന്ന കാര്യമാണ്. അപ്പോ ഏതായാലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. സമയം തീർന്നല്ലോ. അകൃത്യയാഗത്തിന്റെ ആ പ്രമാണങ്ങൾ അല്പം നമുക്ക് സ്ലോ ചെയ്ത് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ സ്ലോ ആക്കിയത്. അടുത്ത ആഴ്ചയും അതിന്റെ ബാക്കിയുള്ളത് പഠിപ്പിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.